അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വചനത്തിൽ ഭോഗുമായി എത്തിച്ചേർന്നു. ഇന്ന് വചനത്തിൽ എത്തിച്ചേർന്നപ്പോൾ കണ്ടത് ഇതാണ്. ഇന്ന് വചനത്തിൽ നവവർഷത്തിൻ്റെ സന്തോഷത്തിനു വേണ്ടിയുള്ള മിന്നിത്തിളങ്ങുന്ന ലൈറ്റുകൾ കാണപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, കുട്ടി, ലോകത്തിലാണെങ്കിൽ ഒരാഴ്ചയോ 10 ദിവസമോ മുമ്പേ തന്നെ പുതുവർഷത്തിൻ്റെ സ്മൃതികൾ വരാൻ തുടങ്ങുന്നു. അതനുസരിച്ച് ആ കുട്ടികൾ തങ്ങളുടെ സന്തോഷം ആഘോഷിക്കുന്നു, പുതിയത് ധരിക്കുന്നു, പുതിയ എന്തെങ്കിലും വിശേഷിച്ച് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യുന്നു. ഇല്ലെങ്കിൽ പുറത്തുപോയി കഴിക്കുന്നു. ആ കുട്ടികൾ ഈ പഴയ ലോകത്തിനെ തന്നെ പുതിയതായി ചിന്തിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനെ വളരെയധികം അലങ്കരിക്കുന്നു, തയ്യാറാക്കുന്നു. എന്നാൽ ബാബ പറഞ്ഞു, ബ്രാഹ്മണ കുട്ടികളായ നിങ്ങൾക്കാണെങ്കിൽ മനസ്സിൽ ഇത് സദാ ഉണ്ടായിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്ക് സ്വർഗമാണ് പുതിയ ലോകം. ആ ലോകത്തിൽ ഒരു പ്രകാരത്തിലുമുള്ള കുറവ് ഉണ്ടായിരിക്കുകയില്ല. എല്ലാ പ്രകാരത്തിലും നിറവ് ഉണ്ടായിരിക്കും, സമ്പൂർണം ആയിരിക്കും. അപ്പോൾ ബാബ 2 ലോകങ്ങളെയും നോക്കുന്നു. കാരണം ബാബ പുതിയ ലോകത്തിൻ്റെ തയ്യാറെടുപ്പ് വളരെ ശക്തമായി വേഗത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തുള്ളവരാണെങ്കിൽ ഈ പഴയ ലോകത്തെ അലങ്കരിക്കുന്നതിലും മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും മനോഹാരിത കൊണ്ടുവരുന്നതിനു വേണ്ടി മുഴുകിയിരിക്കുന്നു. ബാബ പറഞ്ഞു, ഈ പഴയ ലോകത്തിൽ എന്തെല്ലാം നടക്കുന്നുവോ അത് അല്പസമയത്തേക്ക് വേണ്ടിയാണ്. സ്ഥായിയായ സുഖം ഉണ്ടാകുന്നില്ല. എന്നാൽ ലോകത്തുള്ളവർ ഇതിനെ തന്നെ സ്ഥായിയായ സുഖമാണ് എന്ന് വിചാരിച്ച് ഇരിക്കുകയാണ്, അതിനെ പിടിച്ചു വച്ചിരിക്കുന്നു. എന്നാൽ ബാബ പറഞ്ഞു, എപ്പോൾ മുതലാണോ ബാബയുടെ കുട്ടികൾ ആയത്, ബ്രാഹ്മണ കുട്ടികൾ ആയത്, അപ്പോൾ ആ കുട്ടികൾക്ക് ബാബയുടേതാകുന്നതിനോടൊപ്പം തന്നെ ഈ പഴയ ലോകത്തോട് ഓട്ടോമാറ്റിക്കലി വൈരാഗ്യവൃത്തി വരാൻ തുടങ്ങുന്നു. ആരാണോ ബാബയുടെ ബ്രാഹ്മണരായ കുട്ടികൾ, ആരാണോ നിയമം പാലിക്കുന്നത്, ആ കുട്ടികൾക്ക് സ്വയമേ തന്നെ വൈരാഗ്യം ഉണ്ടാകുന്നു. കാരണം ബാബ പറഞ്ഞു, സത്യുഗി പുതിയ ലോകത്തിന് മുന്നിൽ ഈ പഴയ ലോകം വളരെ വിരസമാണ്, ശൂന്യമാണ്, പൊള്ളയായതാണ്. ബാബ പറഞ്ഞു, ബാബ തൻ്റെ കുട്ടികളെ നോക്കുകയാണ്. ബാബയുടെ വീട്ടിൽ നവവർഷം ആഘോഷിക്കുന്നതിന് വേണ്ടി കുട്ടികൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ എത്ര സന്തോഷം ആഘോഷിക്കുന്നു, മംഗളഗീതം പാടുന്നു. ബാബ പറഞ്ഞു, യഥാർത്ഥത്തിൽ ബ്രാഹ്മണരായ കുട്ടികളെ സംബന്ധിച്ച് ഈ സംഗമയുഗം എത്ര ശ്രേഷ്ഠമാണ്, എത്ര ഭാഗ്യമുള്ളതാണ്. കുട്ടികളായ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഭാഗ്യവിധാതാവായ ബാബയെ ലഭിച്ചിരിക്കുകയാണ്. ആ ഒന്ന് ഈ സമയത്ത് എല്ലാ കുട്ടികളുടെയും ഭാഗ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാബയുടെ മുന്നിൽ ഭോഗിൻ്റെ താലം വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വിശേഷിച്ച് നമ്മുടെ പ്രീതമ ബഹന് നിമിത്തമായുള്ള ഭോഗായിരുന്നു. ബാബ വളരെ സ്നേഹത്തോടെ എമർജ് ചെയ്തു. ബാബ പറഞ്ഞു, എപ്പോൾ മുതലാണോ ഇത് ബാബയുടെ കുട്ടിയായത്, അപ്പോൾ കുട്ടി അനേകം പ്രകാരത്തിലുള്ള വിശേഷതകളും അനേകം പ്രകാരത്തിലുള്ള ഗുണങ്ങളും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗംഭീരതയുടെ മൂർത്തി ആയിരുന്നു, അന്തർമുഖിയായിരുന്നു.
ബാബ പറഞ്ഞു, ഇത്രയും പരിധിയില്ലാത്ത സേവാസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് എത്ര ആത്മാക്കളുടെ ആത്മജ്യോതി ജ്വലിപ്പിച്ചു, എത്ര ആത്മാക്കൾക്ക് ബാബയുടെ സന്ദേശം നൽകുന്നതിന് നിമിത്തമായി. അപ്പോൾ ബാബ ഇന്ന് വളരെ സ്നേഹത്തോടെ എമർജ് ചെയ്തു. പിന്നെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിപ്പിച്ച ശേഷം ബാബ കുട്ടിയെ മെർജ് ചെയ്തു. മറ്റ് പല ആത്മാക്കളുടെയും ഭോഗായിരുന്നു. ബാബ ആ ആത്മാക്കളെയും വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിപ്പിച്ചു. ബാബ പറഞ്ഞു, ബാബയുടെ വീട്ടിൽ കുട്ടികൾ വരുന്നു, തൻ്റെ മനസ്സിലെ ഭാവനകളും കൊണ്ടുവരുന്നു. അപ്പോൾ ആ ഭോഗിൽ ബാബയും അതിനനുസരിച്ചുള്ള ഭാവനയും ശക്തിയും ബലവും നിറയ്ക്കുന്നു. ബാബ പറഞ്ഞു, അതിനാൽ സംഗമത്തിൻ്റെ സമയം ബ്രാഹ്മണ കുട്ടികളായ നിങ്ങൾക്ക് വളരെയധികം മഹത്തരമാണ്. വളരെയധികം ശ്രേഷ്ഠ ജീവിതം ഉണ്ടാക്കുന്നതിൻ്റെ യുഗമാണ്. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ബാബ എല്ലാ സഹോദരി സഹോദരന്മാർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ സ്നേഹസ്മരണകൾ നൽകി. സർവരെ പ്രതിയുമുള്ള സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.